ഈ സ്ഥലത്ത് ആരും ഇനി വരണ്ടട്ടോ, പറയുന്നാട് കേട്ടോളി. നല്ലപോലെയാണ് നിങ്ങളോട് പറയണത്. വന്നാൽ നിങ്ങൾ പെട്ടുപോകും. ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ്, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താണ് കണ്ടോളി. വിമാനം ലാൻഡ് ചെയ്യണ കൊണ്ടോട്ടിയിലെ ഈ സ്ഥലം കാണാനും വേണ്ടി, വൈകുന്നേരം കാറ്റ് കൊള്ളാനും വേണ്ടി ഇനി ആരും ഇങ്ങോട്ട് വരണ്ടട്ടോ. കെട്ടിയോളുമാരോടും കെട്ടിയോന്മാരോടും റൈഡർ കണ്ണാപ്പിനോടും കാന്താരികളോടും എല്ലാരോടും കൂടിയാണ് പറഞ്ഞത്. ആരും ഇവിടെ ഇല്ലട്ടപ്പം. പോലീസിന്റെ അറിയിപ്പാണ് ഈ കാണുന്നത്. മാത്രല്ല കമ്പി വേലിയോണ്ട് കെട്ടിയും ചെയ്തിന്. ഇത് ഇനി നാട്ടുകാർക്കുള്ളതല്ല. തെങ്ങൊക്കഥ മുറിച്ചിട്ടിന്, മണ്ണൊക്കഥ കൂട്ടിയിട്ടിന്. ഇവിടുത്തെ മുന്നത്തെ കാഴ്ച കണ്ടാല് നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും. നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ, അതിന്റെ ഇടയിൽ കൂടെ പറന്നിറങ്ങുന്ന വിമാനം, അത് കാണാനാണല്ലോ നിങ്ങളൊക്കെ വിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു വന്നീനത്. എന്നാ വിമാനം എപ്പോഴും ലാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാണാനേ ഈ സ്ഥലം ഇനി ഉണ്ടാവില്ല. ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ പൂട്ടി പെട്ടിയും കടക്കിയിട്ട് കച്ചവടമൊക്കെ എടുത്തു പോയിന്. ഇവിടെ പണി നടന്നുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ, അങ്ങോട്ടുള്ള ലോറികളാണ് ഈ പോണത്. ഒപ്പം തൊട്ടയലകത്തൊക്കെ കുറച്ച് പെരകളുണ്ട്. ആ പെരയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ചെറിയൊരു വഴിയും കൂടിയാണിത്. അതിനു വേണ്ടി ഇത്തിരി സ്ഥലം തുറന്നിട്ടതാണ്. അതിൽ കൂടെ ഞാൻ അതിക്രമിച്ച് കയറി പോരാൻ നിൽക്കണ്ട. പോലീസിന്റെ മുന്നറിയിപ്പ് തള്ളണ്ടട്ടോ. ഈ പരന്ന് നേർന്ന് കിടക്കുന്ന തെങ്ങൊക്കെ ഇവിടുന്ന് വെട്ടിക്കൂട്ടിയതാണ്. ഈ തൊട്ടടുത്തുള്ള പെരകളൊക്കെ പൊളിച്ചിട പണിയും തുടങ്ങിയാണ്. ഒരു 3 മാസം മുന്നത്തെ ഇവിടുത്തെ കാഴ്ച കണ്ടോക്കി. ഏതൊക്കെ ജില്ലയെന്ന്, ഏതൊക്കെ മണ്ഡലത്തുനിന്ന്, ഏതൊക്കെ പഞ്ചായത്തുനിന്ന്, ഏതൊക്കെ വാർഡിന്ന് പുതിയണ്ണും പുതിയാപ്പിളിയും കെട്ടിയോളും കെട്ടിയോനും അച്ഛനും അമ്മയും ഇമ്മയും ബാപ്പിയും വല്യമ്മയും വല്യാപ്പിയും അച്ചനും അച്ചമ്മയും എല്ലാവരും കൂടി കൂട്ടം കെട്ടി വന്നീനൊരു സ്ഥലം. ഓലൊക്കെ ഇവിടെ ഉണ്ടാവും. കുട്ടികളും വണ്ടികളും നേർന്നങ്ങോട്ട് നിൽക്കും. വാശി റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡാണെങ്കിൽ വണ്ടികളെ കൊണ്ട് നിറയും. ആ പോണ മഹല്ല് മുൻങ്ങിയിൽ വരെ ആൾക്കാർ ചെമ്പിൽ ചോറും വെച്ച് പാഞ്ഞി ഇങ്ങോട്ട് വരലേനി. വിമാനാപകടം നടന്ന ഈ ഗേറ്റിന്റെ മുന്നിലായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കണ്ണ് കാണൂലേനി. അതിനാത്രം മനുഷ്യന്മാരും വണ്ടികളും. വിമാനം അങ്ങോട്ട് വരുന്നത് കണ്ടാലോ പെരുന്നാൾക്ക് മാസം കണ്ട മാതിരി താഴത്ത് നിൽക്കണോലൊക്കെ ഒരൊറ്റ കൂക്കല് കൂന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പാറ്റലാണ്. അത് തൊള്ളേക്കും മൂക്കും ചെവിക്കും കയറിയ അത് മതി രോഗം വരാൻ. അജാതി ജനേനി ഇവിടെ. അമ്പിളിമാമ ആകാശത്തുനിന്ന് ചിരിച്ചു നിന്നാലും ആ നേരായാലും ഒരൊറ്റ ഒന്നും ഇവിടുന്ന് വരേക്ക് പോകില്ല. അതിനനുസരിച്ച് പല പല കച്ചവടങ്ങൾ, ഐസ്ക്രീമുകൾ, ഉപ്പിലിട്ടതും ചോളാപ്പൊരിയും അങ്ങനെ എല്ലാം ഇവിടെ കിട്ടുകയിനി. എന്നാ ഇതൊന്നും ഒന്നില്ലട്ടോ. റൺവേ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് നിരത്തി തുടങ്ങിയാണ്. ഈ ഭാഗത്തുള്ള പെരകളൊക്കെ പൊളിച്ചു തുടങ്ങി. അന്ന് നിങ്ങൾ കണ്ട തെങ്ങും പറമ്പ് ഇപ്പം മണ്ണും പറമ്പായി മാറിയാണ്. മുള്ളുള്ള കമ്പിവേലി അറിയിപ്പുകളൊക്കെ വന്നിന്. അതുകൊണ്ട് വിട്ട് നാട്ടിന്ന് കണ്ടമാനം എണ്ണയും കത്തിച്ച് റീലിൽ കണ്ട കാഴ്ച കാണാൻ ഇനി ഇങ്ങോട്ട് ആരും പാഞ്ഞു തരണ്ട. നിങ്ങൾക്ക് വന്ന് നിൽക്കാനും വണ്ടി നിർത്താനും ആ സ്ഥലം പഴയ പോലെ ഇനി ഇവിടെ ഉണ്ടാവില്ല. കച്ചവടങ്ങളില്ല, ആൾക്കൂട്ടങ്ങളില്ല, ഒന്നുമില്ല. ഏതായാലും നാടായ നാട്ടിൽ നിന്നൊക്കെ നാനാജാതി മനുഷ്യന്മാരും വന്ന് ഒത്തുകൂടിയ ഈ സ്ഥലത്ത് റൺവേ വന്ന് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് നാടായ നാട്ടിലൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വിമാനങ്ങൾ വന്നിറങ്ങട്ടെ, പറന്നുയരട്ടെ. ഇനിയിപ്പോൾ വിമാനം പൊന്തുന്നതും താഴുന്നതും കാണാൻ ആകെയുള്ള സ്ഥലം പോയി എന്ന് കരുതി ടെൻഷൻ അടിച്ചണ്ട. ഇതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിന്നാൽ തന്നെ വിമാനം പൊന്തുന്നതും ഇറങ്ങുന്നതൊക്കെ കാണാം. അത് ചോദിച്ചറിഞ്ഞാണ്ട് അങ്ങോട്ട് വിട്ടോളി. ഞാൻ പറഞ്ഞത് തള്ളല്ലോ, പൊള്ളല്ല. എനിക്ക് റീച്ചിനും വേണ്ടിയല്ല. പറഞ്ഞു തന്ന ഇന്ന വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് വന്ന് അനുഭവിച്ചറിഞ്ഞോളി. ഇത് പൂട്ടീന്ന് പറഞ്ഞാൽ പൂട്ടീന്. ഒരു മനസ്സിനും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ നമ്മളൊപ്പം കൂടിക്കോളി. ഫോളോയും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്താളി. മറ്റൊരു സ്ഥലത്ത് പൂട്ടാത്ത ഏതെങ്കിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.